നമസ്കാരം. ഓം ശക്തിമഠം അസ്ട്രോളജി റിസർച്ച് വാസ്തു ആൻഡ് താന്ത്രിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തിൽ ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രനക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ശുഭാശുഭ ഫലങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേവലം പൊതുഫലങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പൂർണ്ണ ഫലങ്ങൾ അറിയുന്നതിന് അയാൾ ജനിച്ച സമയത്തെ കൂടി ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജൂലൈ മാസം ചിങ്ങൻ രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ആത്മീയ കാര്യങ്ങളിലും ഈശ്വര ആരാധനയിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. സർക്കാരിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ നേട്ടം ഉണ്ടാക്കും. സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളിൽ നിന്നും വിവാഹ ആലോചനകൾ വരാനും അവ നടക്കാനും സാധ്യത വരും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സ്വന്തം കുടുംബത്തിനോ കുലത്തിനോ സ്ഥാപനത്തിനോ വേണ്ടി അത്യധ്വാനം ചെയ്യും. അവയിൽ നിന്നും പേരും പ്രശസ്തിയും ലഭിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം അറിയിക്കും. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം പ്രീതിയും ലഭിക്കുവാൻ ഇടവരും. പ്രവർത്തികളിൽ നേതൃത്വസ്ഥാനം ഏറ്റെടുക്കും. സ്വയം പ്രവർത്തനത്താൽ സമ്പത്തും കീർത്തിയും വർദ്ധിക്കും. വിചാരിക്കുന്നതിനേക്കാൾ ചെലവുകൾ വരുന്നത് മനസ്സിനെ വിഷമപ്പെടുത്തും. ദാനധർമാദികൾ ചെയ്യുന്നതിൽ താൽപര്യം ജനിക്കും. ശാരീരിക സൗന്ദര്യവും ബലവും വർദ്ധിക്കും. സൽക്കർമ്മ നിഷ്ഠയോടെ പ്രവർത്തിക്കുകയാൽ നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് വേണ്ട ഉപദേശങ്ങൾ നൽകും. വസ്ത്ര ആഭരണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ധനാഭിവൃദ്ധി ഉണ്ടാകും. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനാഭിവൃദ്ധിയും സ്ഥലം മാറ്റത്തിനും യോഗം വരും. വസ്ത്ര ആഭരണ സുഖങ്ങൾ ലഭിക്കുവാൻ ഇടവരും. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതി ഉണ്ടാകും. വിദ്യാർത്ഥികൾ അലസത മാറ്റിവെച്ച് കൂടുതൽ ഊർജ്ജസ്വലരായി ഇരിക്കേണ്ട സമയമാണ് ഈ മാസം. ദമ്പതിമാർ മാനസിക അകൽച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. രോഗാതുർക്ക് ചികിത്സയിലൂടെ ഉത്തമ ഫലങ്ങൾ ഉണ്ടാകും. കുടുംബജനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അപവാദങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. ശേഷം ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രനക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർ ഈ ജൂലൈ മാസം ചെയ്യേണ്ടതായ ക്ഷേത്ര പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കാം. പിതൃപ്രീതിക്ക് വേണ്ടി പിതൃബലി, തിലഹോമം എന്നിവ അമാവാസി ദിവസം ചെയ്യുന്നത് പിതൃക്കളുടെ അനുഗ്രഹം നേടുന്നതിന് ഉത്തമമായിരിക്കും. സർവേശ്വരകാരകനായ വേഴൻ വ്യയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ നെയ്വിളക്ക്, ത്രിമുര നേദ്യം ഇവ നടത്തുന്നത് ഉത്തമമാകുന്നു. കൂടാതെ നാഗർക്ക് ആയില്യനാളിൽ പാൽ, മഞ്ഞൾ അഭിഷേകം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഈ മാസത്തെ ദോഷപരിഹാരങ്ങൾ ആകുന്നു. പ്രിയമുള്ളവരെ, നാം ഇതുവരെ ചർച്ച ചെയ്തത് ചിങ്ങൻ രാശിക്കാരുടെ 2026 ജൂലൈ മാസ ഫലങ്ങളാണ്. ഉറച്ച പ്രാർത്ഥനയും ദാനധർമാദികളും ഉത്തമ ഭക്തിയും വിശ്വാസവും ഗ്രഹദോഷ ഫലങ്ങളെ ഇല്ലാതാക്കും എന്നാണ് ശാസ്ത്രമതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. മറ്റു നക്ഷത്രങ്ങളുടെ ഫലങ്ങളുമായി വീണ്ടും കാണാം. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. കൂടാതെ നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ചെയ്യുക. ക്ഷേത്രത്തിൽ നടക്കുന്ന നിത്യ ഗണപതി ഹോമത്തിലും മറ്റു പൂജകളിലും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും.